ഗഡർ അപകടത്തിൽ ഒഴിവായത് ഒരു വലിയ ദുരന്തമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു KSRTC ബസ്, നിറയെ യാത്രക്കാരുമായി വന്നൊരു KSRTC ബസ്സും ഒരു കാറും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കുന്നത്. ഇതാണ് ഒരു കാറ് അവിടെ വന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ ബസ് വന്ന് നിർത്തുന്ന CCTV ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇത് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെയാണ്. അത് ഈ ബസ്സും തൊട്ടു മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഈ കാറും ആ ഗഡർ വീണ സ്ഥലത്തൂടിയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ അപകടം നടക്കുന്നത്. സ്ഥലത്ത് നിന്ന് തൊട്ടു മുൻപ് ഈ രണ്ട് വണ്ടികളും നിർത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. KSRTC ബസ്സും ഒപ്പം ഒരു ടാക്സിയും. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴുമുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ആ ദൃശ്യങ്ങളിൽ അപകടം നടക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ വാഹനങ്ങൾ, നേരത്തെ കളക്ടർ പറഞ്ഞത് 1 മിനിറ്റിൽ 70 വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ഈ അപകടം നടക്കുന്നത് കണ്ടിട്ടാണ് ആ കാർ അവിടെ ചവിട്ടി നിർത്തുന്നത്. തൊട്ടു പിന്നാലെ സൂപ്പർഫാസ്റ്റ് ബസ്സും വരുന്നുണ്ട്. ആ ബസ്സും അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ 1 സെക്കൻഡ് മുൻപേ ആ ബസ് വന്നിരുന്നെങ്കിൽ വലിയ ദുരന്തമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നത്, അല്ലേ ശരത്? അത് തന്നെയാണ്, വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടക്കുന്നത് ഇവിടെയാണ്. ഈ ഗർഡർ വീണത് ഇതിന് തൊട്ട് സമീപത്തുള്ള ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ്. ആ സമയത്ത് വാഹനം, കാറും ഒരു KSRTC ബസ്സും വന്നു നിർത്തുന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ കാറും ബസ്സും ഈ അപകടം കണ്ട ഉടൻ തന്നെ ഇവിടെ നിർത്തുകയായിരുന്നു. ആദ്യം കാറാണ് മുൻപിൽ വരുന്നത്, പിന്നാലെ കാർ നിർത്തും, തൊട്ടുപുറകെ KSRTC ബസ്സും വന്ന് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറടക്കം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്നതടക്കം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ സമയത്ത് അതായത് തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ്. നാട്ടുകാർ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാം. ഈ വാഹന ഗതാഗതം നിരന്തരം ഈ അപകടം പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ എന്തായാലും പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. നാട്ടുകാരുടെ കൂടി പ്രതികരണം നമുക്ക് നേടാം. ചേട്ടാ, അപ്പോൾ എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുക? ഈ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ ഏകദേശം ഒരു 40ഓളം ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനമാണ് ഇന്നിപ്പോ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് പലരുടെയും അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ക്ലിയർ ചെയ്യാതെ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂട്ടിയിടുക, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കാതെ വർക്ക് നടത്തുക, ഇതൊക്കെയാണ് നാളുകളായിട്ട് നടന്നു വരുന്നത്. ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആശ്രിത പരിഹാരം തീർച്ചയായിട്ടും അതുവരെ നമ്മൾ ഇതിന്റെ സമര രംഗത്തുണ്ട്. നേരത്തെ നമ്മൾ ആ പ്രതിഷേധം കണ്ടതാണ്. അപ്പോൾ ഇതാണ് ആ ദൃശ്യങ്ങൾ. എന്താ അല്ലേ, 1 സെക്കൻഡ് മുൻപേ ആ ബസ് വന്നിരുന്നെങ്കിൽ, 1 സെക്കൻഡ് മുമ്പേ ആ കാറ് വന്നിരുന്നെങ്കിൽ എത്ര വലിയ അപകടമാണ് അവിടെ ഉണ്ടാകുമായിരുന്നത്. രാജേഷിന് ജീവൻ നഷ്ടപ്പെട്ടു. കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പെടാതെ പോയത് 2 സെക്കൻഡ് താമസിച്ചു എന്നതുകൊണ്ട് മാത്രം. അത്ര വ്യത്യാസത്തിലാണ് ആ ബസ്സും കാറും അവിടെ വന്ന് നിൽക്കുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ഗഡറൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും അതൊക്കെ സ്ലിപ്പ് ചെയ്യാം. ടൺ കണക്കിന് ഭാരമുള്ള സാധനങ്ങളല്ലേ, അത് ഈ വാഹനങ്ങളൊന്ന് തടഞ്ഞു നിർത്തി അത് ആ സ്ഥലത്ത് വെച്ചതിന് ശേഷം കടത്തിവിടുന്നതല്ലേ അതിൻ്റെ ഒരു രീതി. പക്ഷേ എന്താണോ ഇവിടെ സംഭവിച്ചത്, അന്വേഷണം നടക്കട്ടെ.